സ്വർണ്ണപ്പാളിയുടെ ദുരൂഹ തിരോധാനം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പ്രഖ്യാപിക്കുന്നു. കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്തായാലും സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണെന്ന് രേഖയുണ്ടാക്കി ദേവസ്വം ബോർഡ് മാറ്റിയത് എന്തിനാണെന്ന ചോദ്യത്തിനാണ് നമുക്കിനി ഉത്തരം വേണ്ടത്. 1999 വിജയ് മല്യ സ്വർണം പൂശിക്കൊടുത്ത ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപാളി അത് ചെമ്പുപാളിയാണെന്ന ഉത്തരവിറക്കുക, അതിൽ സ്വർണം പൂശാൻ ഒരാളെ ഏൽപ്പിക്കുക, അത് പിന്നീട് കാണാതാവുക, തിരിച്ചു വരുമ്പോൾ അതിൽ നിന്ന് 4 കിലോ സ്വർണം കുറയുക, ഈ ഏർപ്പാടിന് പിന്നിൽ പ്രവർത്തിച്ച കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അഹമ്മദ് മുസ്തഫ, എനിക്കൊന്നും സർക്കാരല്ല, മുസ്തഫ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറിച്ചുള്ള വിശദാംശം പറയൂ. നിലവിൽ ഇന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് തന്നെ ഒരു ADGP തലത്തിലുള്ള അന്വേഷണമാണ്. മാത്രമല്ല ഈ വിശദാംശങ്ങൾ സംബന്ധിച്ച് ശബരിമല ദേവസ്വവും കുറെ കൂടി ഗൗരവമുള്ള കണ്ടെത്തലുകൾ കോടതിയിൽ സമർപ്പിച്ചു. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇന്നിപ്പോൾ നേരിട്ട് ഹാജരായി ചേംബറിന്റെ മുന്നിൽ ആ വിഷയം ഹൈക്കോടതിയുടെ ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അത് ഒരു പ്രത്യേക സ്വഭാവത്തിൽ കുറെ കൂടി ഗൗരവമുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ദേവസ്വം ബെഞ്ച് പ്രത്യേകമായി തന്നെ ആ വിഷയം പരിഗണിക്കുകയും റിപ്പോർട്ട് ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ട് കോടതിയിൽ വന്നത് പ്രത്യേകമായി തന്നെ കേൾക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ സമഗ്രമായി ഇപ്പോൾ ഒരു SIT അന്വേഷണത്തിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ADGP H. വെങ്കിടേഷ് ആ വിഷയം അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. S. ശശിധരൻ IPS ഉൾപ്പെടെയുള്ള ആളുകൾ ആ സംഘത്തിൽ ഉണ്ടാകും. വാകത്താനം പോലീസിലെ, അതോടൊപ്പം തന്നെ കയ്പമംഗലം പോലീസിലെ CIമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കുറെ കൂടി വിശദാംശങ്ങൾ ലഭ്യമാകാനുണ്ട്. പക്ഷെ നിലവിൽ H. വെങ്കിടേഷ് ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിന്റെ ക്രിമിനൽ സ്വഭാവം ഉൾപ്പെടെ നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിഷയം ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണത്തിന് നേരത്തെ തന്നെ നമ്മൾ തൊട്ടു മുമ്പത്തെ ബുള്ളറ്റിൽ നമ്മൾ നൽകിയതാണ്. നിലവിൽ ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ ഈ ശബരിമല ചീഫ് വിജിലൻസ് ഓഫീസറുടെ, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ മുൻ ജസ്റ്റിസ് KT ശങ്കരന്റെ ഒക്കെ നേതൃത്വത്തിൽ പരിശോധനകൾക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ കണ്ടെത്തലുകളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഹൈക്കോടതി മറ്റൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകുക എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നു. ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ ക്രിമിനൽ ആസ്പെക്ടുകൾ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിഷാദ്, ശരി, പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം മന്ത്രി നിയമസഭയിൽ വാർത്താ സമ്മേളനം നടന്ന അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ദേവസ്വം മന്ത്രിയിലേക്ക് വീണ്ടും. കൃത്യമായി പറഞ്ഞാൽ 17-ാം തീയതി ഒരു ചാനൽ മുഖാന്തരം 4 കിലോ കാണാനില്ല എന്ന് പറയുന്ന ആ സംശയം ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംശയം അത് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയും കോടതി അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് പരിശോധിച്ചപ്പോൾ, വിജിലൻസ് പരിശോധിച്ചപ്പോൾ കണ്ടെടുത്ത് എവിടുന്ന ഈ ആക്ഷേപം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇതെടുത്തത്. ആ സഹോദരിയുടെ വീട്ടിൽ എങ്ങനെയാണ് ഇതെത്തിയത്? വിജിലൻസ് തന്നെ വിശദീകരിച്ചതനുസരിച്ച് വാസുദേവൻ എന്ന് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത മിത്രമായ, അല്ലെങ്കിൽ കൂട്ടുകച്ചവടക്കാരനായ വാസുദേവന്റെ കയ്യിലാണ് ഇത് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത് 4 വർഷമായി. ആ 4 വർഷത്തിന് ശേഷം ഇത് പുറത്തു വരുന്നത് എപ്പോഴാണ്? ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവിട്ട് വിജിലൻസ് അന്വേഷണം വന്നതിന് ശേഷം. അപ്പോൾ ആ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വാസുദേവൻ ഇപ്പോൾ കൊടുത്ത വിജിലൻസിന്റെ മൊഴി, വിജിലൻസ് വിശദീകരിച്ചതിന്റെ റിപ്പോർട്ട് നാളെ കോടതി കൊടുക്കുന്നുണ്ടല്ല, നമുക്കത് വെളി വരും. അപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാം. ഏതായിരുന്നാലും കണ്ടെടുത്തത് പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. അവിടെ എന്തായിരുന്നാലും ഭരണപക്ഷത്തു നിന്ന് ആരും കൊണ്ട് ഇത് വയ്ക്കില്ല. ഈ പറയുന്ന പ്രതിയാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഭരണകക്ഷിക്കാരെന്ന് കൊണ്ട് കൊടുക്കുമോ? അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒരു പ്രശ്നത്തെ കാണുന്നതിന് പകരം പുതിയ സാഹചര്യത്തിൽ എന്തോ സംഭവിച്ചു എന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രചരണം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ രൂപത്തിലുള്ളൊരു മേന്മ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്നയിച്ച കാര്യങ്ങളിൽ വരികയും അത് ഭക്തജനങ്ങളിൽ സ്വീകാര്യത ഉറപ്പാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിന്റെ ശോഭ കെടുത്താൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമത്തിന്റെ പാഴ്വേലയാണ് യഥാർത്ഥത്തിൽ പുതിയതായി ഇപ്പോഴത്തെ പ്രശ്നം എന്ന രൂപത്തിൽ അത് അവതരിക്കും. ഇപ്പോഴത്തെ പ്രശ്നം കോടതി അംഗീകരിച്ചു. നിങ്ങൾ ആ റിപ്പോർട്ട് എടുക്ക്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2025 കൊടുത്തയച്ച വിഷയത്തെ സംബന്ധിച്ചോളം കൃത്യമായി പ്രോപ്പറായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അത് തീരുമാനം എടുക്കുന്നത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തതിന് സംബന്ധിച്ച് കൃത്യമായി അജണ്ടകൾ വെച്ച് ചർച്ച ചെയ്ത് ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിച്ച് ക്യാമറയിലാണ് ഇത് കൃത്യമായി പകർത്തിക്കൊണ്ടാണ് ഇത് എടുക്കുന്നത്.
അത് എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, ശാന്തിമാരുണ്ട്, തന്ത്രികളുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, ദേവസ്വം പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്. ഇതെല്ലാം ക്യാമറയിൽ പകർത്തി കൊണ്ടുപോകുന്നതും ആ തരത്തിൽ യൂണിഫോം ധാരികളായ ആളുകളുടെ കയ്യിൽ കൊണ്ടുപോയി സ്ഥലത്ത് കൃത്യമായി ചെയ്തതിന് ശേഷം തിരിച്ച് ഈ സംശയം ഉന്നയിച്ചപ്പോൾ കോടതി പരിശോധിക്കാൻ പറഞ്ഞു. പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് കണ്ടപ്പോൾ കോടതി അത് പ്രോപ്പറാണ്, അത് അംഗീകരിക്കുകയും ചെയ്തു.